ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മൈസെൽഫ് അൻസ് CK, ട്രിപ്പിൾ എക്കണോമിക്സ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് CAയിൽ കുറച്ച് പോർഷൻസ്, അതെന്താണ് അവരുടെ മെയിനായിട്ട് CAയിലെ സിലബസ്, ആ സിലബസിൻ്റെ ഉള്ളിൽ എത്രത്തോളം നിങ്ങൾക്ക് കവർ ചെയ്യാനുണ്ട്, ദെൻ അതിൽ നമ്മൾ എങ്ങനെ ഫോക്കസ് ചെയ്താൽ, ഏത് ലെവലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ആ ഒരു വെയിറ്റേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പാസ്സാവാൻ വേണ്ടി മാക്സിമം നമുക്ക് ഈ ഒരു 10 ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് മെയിനായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശരി, അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഫുൾ 100% ഒബ്ജക്റ്റീവ് ഫോർമാറ്റിൽ വരുന്ന എക്സാമാണ്. നിങ്ങൾക്ക് 4 പേപ്പറാണ് പഠിക്കാനുള്ളത്. അക്കൗണ്ടിങ്, ബിസിനസ് ലോ, ദെൻ മാത്സ് പ്ലസ് സ്റ്റാറ്റ് പ്ലസ് ലോജിക്കൽ റീസണിങ്, ദെൻ നമ്മുടെ സബ്ജക്റ്റ് എക്കണോമിക്സ്, ബിസിനസ് എക്കണോമിക്സ്. അപ്പോൾ ഈ 4 ചാപ്റ്ററിലും കൂടെയും കൂടി, 4 സബ്ജക്റ്റുകൾക്കൂടും കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു 400 മാർക്കായിരിക്കും അല്ലേ. 400-ൽ നിങ്ങൾക്ക് 200 മാർക്ക് എന്ത് ചെയ്യാൻ കഴിയണം, നിങ്ങൾക്ക് ഒരു എല്ലാം കൂടെയും സെറ്റ് ചെയ്ത് ഒരു 200 മാർക്ക് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ പാസ്സായി. പ്ലസ് നമ്മൾ ഓരോ സബ്ജക്റ്റിന് എന്ത് ചെയ്യണം, പാസ്സാവണം. ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയാം. കാരണം ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന മക്കൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എക്കണോമിക്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, അപ്പോൾ കൂടുതൽ ഞാൻ എക്കണോമിക്സിനെ കുറിച്ച് സംസാരിക്കാം അല്ലേ. അപ്പോൾ എക്കണോമിക്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് ബിസിനസ് എക്കണോമിക്സ് 100%ഓളം ഒബ്ജക്റ്റീവ് ഫോർമാറ്റാണ്. ബിസിനസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ 100%ഓളം ഒബ്ജക്റ്റീവ് ഫോർമാറ്റിൽ പോകുന്ന ഒരു സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് ഫുൾ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും അല്ലേ, ABCD, അതായിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 ഫാക്ടറുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, 100%ഓളം മൾട്ടിപ്പിൾ ചോയ്സ് ആണ് എന്ന് പറഞ്ഞാൽ അത് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അവിടെ. കാരണം നിങ്ങൾക്ക് ഒരു സംഭവം കാണാതെ പഠിച്ചിട്ട് പോകണ്ട അല്ലെ. ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബൈ ഹാർട്ട് അടിക്കും, അത് കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിച്ചാൽ മതി. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അല്ലെ. മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാധനവും ഈ പറഞ്ഞ പോലെ ഒരു സ്പെല്ലിങ് പഠിക്കണ്ട, ഒന്നും വേണ്ട. നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ ഒരു ഐഡിയ വന്നാൽ മതി. ഒരു ഐഡിയ വന്നാൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് എല്ലാം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒരു ലെവലിലേക്കായിരിക്കും നമ്മളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ എക്കണോമിക്സിൻ്റെ ഒരു 100% ഒബ്ജക്റ്റീവിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ റൂട്ടിൽ പോയി പിടിക്കണം. ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് കിട്ടിയാൽ നിങ്ങൾ +2-ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, അതിനെ എന്ത് ചെയ്യും, കാണാതെ പഠിക്കും, അല്ലെങ്കിൽ ആ ഒരു ലെവലിലാണ് നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ ആ ഒരു ലെവലിലാണ് നിങ്ങൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇനി അത് പറ്റത്തില്ല. നമ്മളൊരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കണം. അത് ഭൂമിയുടെ മുകളിലേക്ക് മാത്രമുള്ളതല്ല, അടിയിലേക്കും പോകണം, റൂട്ട് പോയി പിടിക്കണം. അതായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ. അതാണ് ഇവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല, മീൻസ് അതാണ് നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നുക. അപ്പോൾ ഒരു കോൺസെപ്റ്റിനെ അടിപൊളിയായിട്ട് പഠിക്കണം. പിന്നീട് നിങ്ങൾ ബിസിനസ് എക്കണോമിക്സ് നിങ്ങൾ +2 പഠിക്കുമ്പോൾ ഈ +2-ൽ പ്രശ്നം എന്താ, നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് പഠിക്കുന്നു, വാരി വലിച്ച് പഠിക്കുന്നു, അറിയില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, കാണാതെ പഠിക്കുന്നു. ആ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ഒരു CAയിൽ ഒബ്ജക്റ്റീവ് ഫോർമാറ്റിൽ അപ്ലിക്കബിൾ ആവില്ല. നമ്മളിവിടെ 2 പ്രോസസ്സാണ് ഉള്ളത്. ഫസ്റ്റ് നിങ്ങൾ എങ്ങനെ പഠിക്കണം, തിയറട്ടിക്കൽ ഫ്രെയിംവർക്കിൽ. ഒരു തിയറട്ടിക്കൽ ഫ്രെയിംവർക്കിൽ നിങ്ങളിവിടെ ഫസ്റ്റ് കാര്യങ്ങൾ അനലൈസ് ചെയ്യണം അല്ലേ. ഫസ്റ്റ് കാര്യങ്ങൾ തിയറട്ടിക്കൽ ഫ്രെയിംവർക്കിൽ അനലൈസ് ചെയ്യണം. ദെൻ ആ തിയറട്ടിക്കൽ ഫ്രെയിംവർക്കിൽ പഠിച്ച കാര്യങ്ങളെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഒബ്ജക്റ്റീവ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടണം. ഒബ്ജക്റ്റീവ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ ഒരു 2 പ്രോസസ്സുകൾ വളരെ വൃത്തിയായിട്ട് നടന്നാൽ മാത്രമാണ് എന്ത് നടക്കുകയുള്ളൂ, നിങ്ങൾക്ക് ഇതിലൊരു 90 above ഒക്കെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ ഈ തിയറട്ടിക്കൽ ഫ്രെയിംവർക്കിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടുക. ഒരു ക്ലാസ്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചു തരും. തിയറി എന്താണ്, തിയറി എന്താണ് അങ്ങനെ, ഈ തിയറി എന്താണ് അങ്ങനെ, അല്ലെങ്കിൽ ഇത് ഓർത്ത് വെക്കാനുള്ള ട്രിക്ക് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ സിമ്പിൾ പാറ്റേൺ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് തന്നെ കിട്ടും, ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടും. പ്ലസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഫോർമാറ്റിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് ഒബ്ജക്റ്റീവും കിട്ടും, തിയറട്ടിക്കൽ ഫ്രെയിംവർക്കിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലാസ്സിൽ നമ്മൾ അതാണ് പഠിപ്പിക്കുന്നത്. പ്ലസ് ഈ സ്വന്തമായിട്ടൊരു എഫേർട്ട് ഇടുക എന്ന് പറയും. അതായത്
ക്വസ്റ്റ്യൻ വർക്കൗട്ട്. ഇതിന് ഞങ്ങൾക്കൊരു പരിധിയുണ്ട് അല്ലേ? അത് നിങ്ങൾക്ക് ഇവിടെ മെൻറ്റേഴ്സ് ചെയ്തു തരും. വർക്കൗട്ട് സെഷൻസ്, ക്വസ്റ്റ്യൻസ് എത്രത്തോളം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നോ, അപ്പോൾ നമ്മൾ തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് നിങ്ങൾക്ക് എന്താക്കി തരും? അടിപൊളിയാക്കി തരും. തിയറി ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ പഠിപ്പിച്ചു തരും. പക്ഷെ തിയറി പഠിച്ചുകൊണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല മക്കളെ. കാരണം ആ തിയറീനെ നിങ്ങൾക്ക് എന്താക്കി മാറ്റണം? ഒബ്ജക്റ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടണം. ദെൻ ആ പഠിച്ച തിയറീനെ ഒബ്ജക്റ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതാണ് ക്ലാസ്. ഹെൽപ്പ് ചെയ്യും. അതായത് ഇങ്ങനെ ഇരിക്കണം, നിങ്ങളെ പതുക്കെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ മുകളിലേക്ക് കൊണ്ടുവരും. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു എഫേർട്ട് അവിടെ വരണം. ക്വസ്റ്റ്യൻ വർക്കൗട്ട് വേണം. അതായത് മക്കളുടേതായ ഒരു എഫേർട്ട് ഇട്ട് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിൻ്റെ ഡിസ്കഷനൊക്കെ നടത്തി നമുക്ക് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു 90 എബോവ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എല്ലാ കൊല്ലവും നമുക്കിവിടെ എന്തുണ്ട്? ഒരു 90 എബോവ് ഉണ്ട് അല്ലേ? അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും നമുക്ക് വരും അല്ലേ? 90 എബോവ് നമുക്ക് മിക്ക സബ്ജക്റ്റുകൾക്ക് എല്ലാ കൊല്ലം ഇവിടെ വരാറുണ്ട്. അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റുകൾക്കും തന്നെ നമുക്ക് കിട്ടും. 90 എബോവ് എന്ന് പറയുന്ന അത്ര വലിയ പ്രശ്നമൊന്നുമല്ല നമുക്ക് സ്കോർ ചെയ്യാൻ. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന മാർക്കാണ് 90 എബോവ്. അപ്പോൾ അതിന് നിങ്ങളുടെ എഫേർട്ട് കൂടി വേണം. അതിനാദ്യം മനസ്സിലാക്കേണ്ടത് എന്നാ പഠിക്കാൻ പോണേന്ന്. അതാദ്യം മനസ്സിലാക്കണ്ടേ. ഞാൻ എന്നാ പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്താ ഈ പഠിച്ചുകൊണ്ടിരിക്കണേന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ചാപ്റ്റർ 1 ആണ്. ഈ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റുകളുണ്ട്. ഒന്ന് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ബിസിനസ് എക്കണോമിക്സ്. നേച്ചർ ആൻഡ് സ്കോപ്പ് അല്ലേ? കോസസ് എന്ന് എഴുതി അല്ലേ? നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ്. അപ്പോൾ ഇതാണ് മക്കളുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒരു 2 to 3 ക്വസ്റ്റ്യൻസാണ്. ഇത്രയും ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ചോദിക്കുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരില്ല. ഒരു 2 to 3 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ദെൻ ഇതിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്ന ബേസിക് പ്രോബ്ലം ഓഫ് ആൻ എക്കണോമി ആൻഡ് റോൾ ഓഫ് പ്രൈസ് മെക്കാനിസം. അപ്പോൾ ഞാൻ ഏറ്റവും ചുരുക്കി എഴുതാം, അല്ലെങ്കിൽ എഴുതി തീരൂല. ബേസിക് പ്രോബ്ലം ഓഫ് ആൻ എക്കണോമി. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 to 3 ക്വസ്റ്റ്യൻസ്. ഈ 2 യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് 2 യൂണിറ്റിൽ നിന്ന് 2 to 3, അതായത് ഇവിടെ നിന്ന് ചിലപ്പോൾ 2 ആയിരിക്കും, ചിലപ്പോൾ 3 ആയിരിക്കും. ഇവിടെ നിന്നോ ഇതേപോലെ തന്നെ 2 to 3 ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ ഏതെങ്കിലും ഒന്നിന് 3 കിട്ടും. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 നമ്പറാണ്. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വരും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു കോമൺ സെൻസ് വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ചാപ്റ്ററായത്. അതായത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് പക്ക നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടേണ്ടതാണ്. അവിടെ ബേസ് ആണ് വരുന്നത്. പക്ക ബേസ് ഇട്ട് പഠിപ്പിക്കേണ്ട ചാപ്റ്ററുകളാണ്. അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ തിയറട്ടിക്കൽ സെൻസിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടും. പ്ലസ് ബേസിക് പ്രോബ്ലം ഓഫ് ആൻ എക്കണോമി അല്ലേ ആൻഡ് റോൾ ഓഫ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു സംഭവമാണ് അവിടെ വരുന്നത് മക്കളെ. അതായത് ക്യാപിറ്റലിസം അല്ലേ? കുഞ്ഞുനാളിൽ സ്കൂളിൽ പഠിക്കുന്ന സാധനം ഇത്. ക്യാപിറ്റലിസം, സോഷ്യലിസം, ദെൻ മിക്സഡ് ഇക്കോണമി. അപ്പോൾ ഇതാണ് വരുന്നത്. ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സഡ് ഇക്കണോമി. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? നിങ്ങൾക്ക് ബേസിക് പ്രോബ്ലം ഓഫ് ആൻഡ് റോൾ ഓഫ് പ്രൈസ് മെക്കാനിസത്തിൽ വരുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് മക്കൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. കാരണം ക്യാപിറ്റലിസം എന്ന് പറയുന്ന പ്രൈവറ്റ് കൺട്രോളിൻ്റെ അണ്ടറിൽ പോകുന്ന ഒരു എക്കണോമിയാണ്. ദെൻ അവിടെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ കുറവാണ്. സോഷ്യലിസം നേരെ തിരിച്ചാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. ഗവൺമെൻറ് കൺട്രോളാണ് പോകുന്നത്. ഇപ്പോൾ പ്രൈവറ്റുകാർക്ക് അവിടെ ലിമിറ്റഡ് റോളാണ് ഉള്ളത്. ദെൻ മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിൻ്റെയും ബെസ്റ്റ് ഫീച്ചേഴ്സ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ വെറുതെ പറയുമ്പോൾ എന്താ പറയുക, ക്യാപിറ്റലിസം പ്ലസ് സോഷ്യലിസം. അതല്ല മിക്സഡ് എക്കണോമി. ക്യാപിറ്റലിസത്തിൻ്റെ നല്ല ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസും സോഷ്യലിസത്തിൻ്റെയും അഡ്വാൻറ്റേജസും എടുത്ത് ക്ലബ് ചെയ്ത് നിർമ്മിച്ചൊരു എക്കണോമിനെ വിളിക്കുന്ന പേരാണ് മിക്സഡ് എക്കണോമി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. യെസ്, അങ്ങനെ നമുക്ക് 5 മാർക്ക് ഇവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒന്നാമത്തെ ചാപ്റ്റർ ഇത് തീർന്നു. ദെൻ ചാപ്റ്റർ 2 എന്ന് പറയുന്നത് നിങ്ങൾ മക്കൾ കൊമേഴ്സുകാർ, പ്രത്യേകിച്ച് +2 കൊമേഴ്സുകാർക്ക് മീൻസ് ആറമാദിക്കാൻ പറ്റിയൊരു ചാപ്റ്റർ ആയിരിക്കും അല്ലേ? നിങ്ങളുടെ ഏരിയ ആണത്.
പക്ഷെ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, മീൻസ് കുറേ പിള്ളേർക്ക് അവിടെയാണ് തെറ്റിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നും അറിയില്ല. ഡിമാൻഡ്, ഇവിടെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഡിമാൻഡ്. ഈ പറഞ്ഞ പോലെ നമ്മൾ +2 പഠിച്ച പോലെ പഠിക്കാൻ പാടില്ല, അങ്ങനെ പഠിക്കരുത് കേട്ടോ. യെസ്, ഡിമാൻഡ്. രണ്ടാമത്തെ ചാപ്റ്ററാണ് കൺസ്യൂമർ ബിഹേവിയർ. ഇങ്ങനെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം. കൺസ്യൂമർ ബിഹേവിയർ എന്ന് കേൾക്കുമ്പോഴാണ് ഈ കൊമേഴ്സുകാരെ നിങ്ങൾക്ക് പ്രശ്നമായിട്ട് വരുന്നത്. ഇതിലാണ് നിങ്ങൾ എന്ത് പഠിച്ചേ? കാർഡിനൽ. ഓർക്കല്ലേ? കാർഡിനൽ ആൻഡ് ഓർഡിനൽ. സിമ്പിളല്ലേ? ഭയങ്കര സിമ്പിളല്ലേ? കാർഡിനൽ ആൻഡ് ഓർഡിനൽ മക്കൾ ഇവിടെയാണ് പഠിച്ചേ. അപ്പോൾ അതും സിമ്പിളായി അല്ലേ? ഏതാ മക്കളെ? നിങ്ങൾ മറന്നുപോയോ? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി, ഓർഡിനൽ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. അപ്പോൾ അതും സിമ്പിളാണ്. നിങ്ങൾ +2 കാച്ചി കുറുക്കി പഠിച്ചു വെച്ചാണ് സാധനം. ഇനിയിപ്പോൾ നമ്മൾ എന്തോ പറയാനാണ്, നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞാലാ നിങ്ങൾക്ക് മോശം. മൂന്നാമത്താണ് സപ്ലൈ. സപ്ലൈ ഇത് നിങ്ങളുടെ ഏരിയ ആണ്, കൊമേഴ്സുകാരുടെ. സയൻസുകാർ പേടിക്കണ്ട, നിങ്ങൾ പോര്, അവിടെ ഉണ്ട് ക്ലാസ് ഇത് ക്ലാസ്സിലുണ്ട്, സാധനം എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിമാൻഡ് നിങ്ങൾക്ക് കയ്യിൽ ഒതുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുക. ചുമ്മാ വിചാരിച്ചാളാ അങ്ങോട്ട്. ഡിമാൻഡ് കിട്ടിയാൽ നിങ്ങൾക്ക് സപ്ലൈ കിട്ടി. കത്യമൊക്കെ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കയ്യിൽ ഒതുക്കാൻ പറ്റിയാൽ, ക്ലാസ്സിൽ നിന്ന് കയ്യിൽ ഒതുക്കാൻ പറ്റിയാൽ, നിങ്ങൾ പുഷ്പം പോലെ നിങ്ങൾ എന്തും പഠിക്കും, സപ്ലൈ പഠിക്കും. അപ്പോൾ അതിലാകെ ഒരു എഫേർട്ട് എടുത്ത് പഠിക്കേണ്ടത് ഏതൊക്കെയാ? ഡിമാൻഡും, കാരണം ഡിമാൻഡ് ആദ്യം പഠിക്കണമല്ലോ, അപ്പോൾ ഡിമാൻഡിൽ എഫേർട്ട് ഇടണം. ഡിമാൻഡും കൺസ്യൂമർ ബിഹേവിയർ മീൻസ് പഠിക്കേണ്ടത്. ഇപ്പോൾ ഡിമാൻഡ് പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? സപ്ലൈ കിട്ടും. ഇതിന് എത്ര മാർക്കാണെന്നറിയോ? 15 നമ്പർ വരും ക്വസ്റ്റ്യൻസ്. 15 ക്വസ്റ്റ്യൻസാണ് മക്കൾക്ക് ഇവിടെ നിന്ന് കിട്ടാൻ പോണേ. ചുമ്മാ ചില്ലറ കളിയല്ല. അതാ പറഞ്ഞത്, ഡിമാൻഡ് കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി എന്തും കിട്ടും? സപ്ലൈ കിട്ടും. അപ്പോൾ അത് എഫേർട്ട് വളരെ കുറച്ചിട്ടാൽ മതി. സപ്ലൈയിൽ ഡിമാൻഡിൻ്റെ പേര് മാറ്റി ആ ഡിമാൻഡ് എന്ന് പറയുന്ന സ്ഥാനത്ത് എന്താക്കിയാൽ മതി? സപ്ലൈ ആക്കി കഴിഞ്ഞാൽ കലാപരിപാടികളൊക്കെ തീർന്നു മക്കളെ. അപ്പോൾ ഡിമാൻഡ് കിട്ടിയാൽ സപ്ലൈ അങ്ങ് കിട്ടും. ദെൻ കൺസ്യൂമർ ബിഹേവിയർ അങ്ങ് പഠിച്ചാൽ മതി. സൂപ്പർ. ഇനി മൂന്നാമത്തെ യൂണിറ്റിലേക്ക് വന്നാൽ, ചാപ്റ്റർ 3ലേക്ക് വന്നാൽ, അതും നിങ്ങളുടെ ഏരിയ ആണ്, കൊമേഴ്സുകാരുടെ. കൊമേഴ്സുകാർക്ക് പെർഫോം ചെയ്യാൻ നല്ല പറ്റും CA എക്കണോമിക്സിൽ, പക്ഷെ പെർഫോം ചെയ്യില്ല, അതാണ് പ്രശ്നം. കൊമേഴ്സുകാരേക്കാളും കൂടുതൽ പെർഫോം ചെയ്യണ ആരാ? സയൻസുകാരാ. സീരിയസ് ആയിട്ടും സയൻസുകാരുടെ പെർഫോമൻസ് ആണ് അടിപൊളിയായിട്ട് വരുന്നത് മിക്ക ക്ലാസ്സുകളിലും കേട്ടോ. ചാപ്റ്റർ 3 നിങ്ങൾക്കറിയാവുന്ന പ്രൊഡക്ഷൻ, കൊമേഴ്സുകാർക്ക് അറിയാവുന്ന പ്രൊഡക്ഷൻ. ദെൻ രണ്ടാമത്തെ കോസ്റ്റ് അല്ലേ? പ്രൊഡക്ഷൻ സിമ്പിളാണ്, നിങ്ങൾക്കറിയാം. ഒരു കർവ്, ഒരു വലിയ ഒരു കർവും ഉണ്ട്, ഒരു പ്രൊഡക്ഷനും ഉണ്ട്. മഞ്ഞ തീരെ പോരാ അല്ലേ? TP, AP, MP ഇങ്ങനെയല്ലേ പഠിച്ചേ? ഇതാണ് ഒന്നാമത്തെ കർവ് അല്ലേ? ഇതേ രണ്ടാമത്തെ കർവ് എങ്ങനെ വരും? ഇവിടെ ഔട്ട്പുട്ട്, ഇത് ഔട്ട്പുട്ട്, ഇവിടെ നമ്പർ ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ്, അതായത് ഇൻപുട്ട് എടുക്കാം. ഇവിടെ ഇൻപുട്ട് ഇത് ഔട്ട്പുട്ട് നാട്ട് എഴുതിയേക്കുന്നത്. യെസ്. അപ്പോൾ ഇവിടുത്തെ ഡയഗ്രത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ. ഇത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതോ മക്കളെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ഏതാണെന്നറിയോ? ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ വേറെ പേര് ചോദിക്കും മക്കളോട്. എന്താ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ വേറെ പേരുകളെന്നറിയോ? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് റിട്ടേൺസ് ടു ഫാക്ടർ, ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. ലോ ഓഫ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ വേറെ പേരാണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയില്. അത് മാറിപ്പോതെ ഓർത്തോളണം കേട്ടോ. അതാണ്. ദെൻ കോസ്റ്റ് വളരെ സിമ്പിൾ അല്ലേ? കോസ്റ്റ് എന്തൊക്കെ പഠിക്കണം? TC അല്ലേ? TFC, TVC, ദെൻ AC, AFC, AVC. ഈ 3 കാര്യങ്ങളാണ് പഠിക്കണ്ടേ? അല്ല, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കണ്ടേ? ഇനി അതിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കണം കുറച്ച് കാര്യങ്ങൾ. പഠിക്കേണ്ട ഏതൊക്കെയാ?
ഷോർട്ട് റൺ കോസ്റ്റ്, ലോങ് റൺ കോസ്റ്റ്, മോഡേൺ കോസ്റ്റ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ വരും. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ അതൊക്കെ ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പുതിയതായിട്ട് പഠിക്കണമെന്നൊന്നും പറയില്ല, ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ കോസ്റ്റ് തീർന്നു. കോസ്റ്റ് ഭയങ്കര സിമ്പിളാണ്. കോസ്റ്റ് ഇത്രേ ഉള്ളൂ കോസ്റ്റ്. പിന്നെ മെയിനായിട്ട് അവിടെ ടൈപ്സ് ഓഫ് കോസ്റ്റ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നാ കിട്ടും? അതല്ലേ കളി. 10 മാർക്കാ, 10 നമ്പറാണ് ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. അതിൽ 5 എണ്ണം നിങ്ങൾക്ക് പ്രൊഡക്ഷനിൽ നിന്നും കിട്ടും, 5 എണ്ണം മക്കൾക്ക് കോസ്റ്റിൽ നിന്നും കിട്ടും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഡിസ്റ്റിങ്യൂഷ് ചെയ്തേക്കണം കേട്ടോ. മാർക്ക് 5 എണ്ണം നിങ്ങൾക്ക് കോസ്റ്റിൽ നിന്നും കിട്ടും, 5 എണ്ണം നിങ്ങൾക്ക് പ്രൊഡക്ഷനിൽ നിന്നും കിട്ടും. അങ്ങനെയാണ് മാർക്ക് വരുന്നത്. ദെൻ അതിനുശേഷം ചാപ്റ്റർ 4ലേക്ക് പോവുക. ചാപ്റ്റർ 4 ഒരു കിടിലൻ ചാപ്റ്ററാണേ. അതായത് ഇതിലൊന്നാമത്താണ് മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ്. രണ്ടാമത്താണ് പ്രൈസ് ഡിറ്റർമിനേഷൻ. മൂന്നാമത്താണ് നിങ്ങൾ പഠിച്ച മാർക്കറ്റ് ഫോംസ്. ഇതിൽ ഈ ഒന്നാമത്തെ യൂണിറ്റ് ഇല്ലേ, മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ്, സിമ്പിൾ. 1 മണിക്കൂർ മതി. 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് കലാപരിപാടി തീരും, പൊട്ടയെന്ന് തീരും. ദെൻ പ്രൈസ് ഡിറ്റർമിനേഷൻ, അതും ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു 4 മണിക്കൂർ എടുക്കുന്നേ ഉള്ളൂ. രണ്ടും ഒരു 4 മണിക്കൂർ കൊണ്ട് തീരും. ഓക്കെ, പെട്ടെന്ന് തീരും, ഭയങ്കര സിമ്പിളാണ് അത്. ദെൻ മാർക്കറ്റ് ഫോംസ് 2 ദിവസം കൊണ്ടാ തീരുള്ളൂ. ഇപ്പം മനസ്സിലായില്ലേ? ഇവന്മാർ 4 മണിക്കൂർ കൊണ്ട് തീരും, ഇവനും 4 മണിക്കൂർ കൊണ്ട് തീരും. അപ്പോൾ അത് മൊത്തം കൊണ്ടുവന്നിട്ട് എവിടെ വന്നിട്ടുണ്ട്? മാർക്കറ്റ് ഫോംസിൽ വന്നിട്ടുണ്ട്. 2 ദിവസം എടുക്കും. കുഴപ്പമില്ലെന്നേ, 2 ദിവസം കൊണ്ട് നമ്മൾ പതുക്കെ പഠിച്ചാൽ മതി. ഗുണമുണ്ട്. 15 മാർക്കാ. 15 മാർക്ക് ഇവിടുന്ന് കിട്ടുക. അതായത് നിങ്ങൾക്കറിയാം ഇതിൽ എന്തൊക്കെയാണ് വന്നേന്ന്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, അല്ലോ കൊമേഴ്സുകാരാ കരച്ച് കലക്കി കുടിച്ച മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി. ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റ് ഫോംസ് കിട്ടും. അപ്പോൾ ഇത്രയും പഠിക്കാനാണ് 2 ദിവസം എടുക്കുന്നത് കേട്ടോ. അത് വരും മക്കളെ, അത് അത്രയും ദിവസം എടുക്കും. നല്ല ചാപ്റ്ററാണ്. പക്ഷേ 2 ദിവസം എടുക്കുമെന്ന് പറഞ്ഞാൽ പാടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. 2 ദിവസം എടുക്കുമെന്നല്ലേ പറഞ്ഞോളൂ. ആ 2 ദിവസം എടുക്കുമെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, വളരെ രസമാണ് അത് പഠിക്കാൻ. നല്ല രസമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു ചാപ്റ്ററാണത്. ദെൻ ചാപ്റ്റർ 5, അപ്പോൾ 15 മാർക്ക് നമുക്ക് കിട്ടണം. ദെൻ ചാപ്റ്റർ 5. ചാപ്റ്റർ 5 എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചതാണ്, ബിസിനസ് സൈക്കിളാണ്. ഒറ്റ യൂണിറ്റേ ഉള്ളൂ, ഒറ്റ യൂണിറ്റും ഒറ്റ ചാപ്റ്ററും. ബിസിനസ് സൈക്കിള് 5 മാർക്ക് ക്വസ്റ്റ്യൻ കിട്ടും. 5 ഉള്ളൂ. 5 ഇത്ര നേരം 10, 15 എന്നൊക്കെ കേട്ടിട്ട് 5 എന്നൊന്നും പറയരുത്. അത്ര ചെറിയ ചാപ്റ്റർ. ആ ചെറിയ ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? 5 മാർക്ക് കിട്ടുന്നത് കേട്ടോ. ഇതില്ലേ, ബിസിനസ് സൈക്കിൾ ഇങ്ങനെ പോകുന്ന ബിസിനസ് സൈക്കിൾ. അപ്പോൾ ഈ ബിസിനസ് സൈക്കിളിൽ ഇവിടെ അവർ ചോദിക്കുന്നത് ഏത് ഫേസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതാണ്? റിക്കവറി അല്ലേ? റിക്കവറി, പ്രോസ്പെരിറ്റി, റിസഷൻ, താഴെ ഡിപ്രഷൻ. ദെൻ ക്വസ്റ്റ്യൻ വരും, ഈ പ്രോസ്പെരിറ്റിയിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരും. ഇവിടുത്തെ ഈ പ്രോസ്പെരിറ്റിയിൽ തന്നെ ഒരു ഹയസ്റ്റ് പോയിന്റ് ഉണ്ടാവും. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പീക്ക് ഓർ ട്രഫ്. പീക്ക് ഓർ ട്രഫ്. അതുപോലെ ഡിപ്രഷൻ്റെ ഏറ്റവും മിനിമം പോയിന്റ് വയ്ക്കും. ഈ ഡിപ്രഷനിലെ ഏറ്റവും താഴത്തെ ഒരു പോയിന്റ് ഉണ്ട്, അത് ചോദിച്ചു കഴിഞ്ഞാൽ ട്രഫ്. ഓ, ട്രഫ് ഇവിടെയാണ് വന്നെ മക്കളെ, മൈൻഡ് ഔട്ടായി. പീക്ക് ഓർ ബൂം, ഇവിടെ ബൂമാട്ടോ. പീക്ക് ഓർ ബൂം, അപ്പുറത്ത് ട്രഫ്. ക്ലിയർ? ഇങ്ങനത്തെ ഒരു സംഭവം പഠിക്കണം. 5 മാർക്ക് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ എടുക്കേണ്ട, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പിള്ളേരും നമ്മളും കൂടി എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി ഉണ്ട്. നിങ്ങൾ നോക്കണം. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് 5 മാർക്ക്,
തൂക്കണം. 5 മാർക്കിൽ ഒരു 3 നിങ്ങൾക്ക് തൂക്കാൻ പറ്റും. 3 മതി. ശരി, 5ൽ ഒരു 3 മക്കൾക്ക് തൂക്കാം അല്ലേ? എങ്ങനെ പോലും തൂക്കാൻ പറ്റും 5ൽ. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന 15 മാർക്കാണ്. 15ൽ ഒരു 10 തൂക്കാൻ പാടില്ലേ? നമുക്ക് ചെറുത് പിടിച്ച് സംസാരിക്കാം. 10 തൂക്കി, 10 തൂക്കണം. തൂക്കിയില്ലെങ്കിൽ ഞാൻ ശരിയാക്കും. ദെൻ പ്രൊഡക്ഷനിൽ നിന്ന് 10 ഒരു 5-6 എണ്ണം കിട്ടൂലേ നിങ്ങൾക്ക്? ഒരു 6 എണ്ണമൊക്കെ കിട്ടൂലേ? 4 തെറ്റിച്ചോ? പക്ഷെ ഒരു 6 കിട്ടില്ലേ? 6 വന്നേ. ചാപ്റ്റർ 4ൽ നിന്ന് 15 മാർക്ക് കിട്ടും. എത്ര കിട്ടും നമുക്ക്? എത്ര കിട്ടും? എങ്ങനെ പോലും സിമ്പിളായിട്ട് നമുക്കൊരു 13 അടിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ 12 മതി. അവിടെ ഇട്ടു 12. ദെൻ ബിസിനസ് സൈക്കിളിൽ നിന്ന് 5 കിട്ടും. ആർത്തി കാണിക്കല്ല, നമ്മൾ 5 കിട്ടേണ്ടതാണ്. ബിസിനസ് സൈക്കിളിൽ നിന്ന് 5 എണ്ണത്തിൽ നമുക്ക് എത്ര എടുക്കാം? ഒരു 2 എടുക്കാം. വേണ്ട 3 എന്തായാലും കിട്ടും. 3 എടുക്കാം. കണ്ടോ? അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ 5 ചാപ്റ്റർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ജയിക്കാനുള്ളതിൻ്റെ അടുത്തേക്ക് വന്നിരിക്കണം. കത്തിയോ? ഒരു 34 കണ്ടല്ലേ? 34 അല്ലേ? 22, 28, 30, 33, 34. യെസ് അല്ലേ? അപ്പോൾ കണ്ടോ, നമ്മൾ ഞാൻ എന്തോരം ഒഴിവാക്കി നോക്കിയ മാർക്ക്. ഒരുപാട് മാർക്കുകൾ ഒഴിവാക്കിയില്ലേ? ഒരുപാട് മാർക്കുകൾ ഒഴിവാക്കിയിട്ടും ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് 10 എടുത്തിട്ടുള്ളൂ മോനെ. 13 കിട്ടേണ്ട സ്ഥാനത്ത് ഞാൻ 10 എടുത്തിട്ടുള്ളൂ. എന്നിട്ടാണ് നമ്മൾ 34 എത്തിയത്. 34 എത്തിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ജയിക്കാനുള്ളതിൻ്റെ ഏറ്റവും അടുത്തേക്ക് എത്തിയെന്നാ. കത്തി. അതായത് പറഞ്ഞു വന്നേ, നമ്മുടെ ക്ലാസ്സിൽ പിള്ളേർ ഇരിക്കുവാണെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജി ആദ്യത്തെ 5 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പാസ്സായിരിക്കണം. ആദ്യത്തെ 5 ചാപ്റ്ററിൽ നിങ്ങൾക്ക് പാസ്സാവാൻ കഴിഞ്ഞിരിക്കണം. അത് നിർബന്ധമാണ് എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന മക്കൾ. ഓക്കെ, ഇനി ഒരു 40ലേക്ക് എത്തിക്കാൻ എളുപ്പമാണ്. അപ്പം ഇനി ചാപ്റ്റർ 6 തൊട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എന്തായിരിക്കും എന്നറിയോ? അഗ്രഗേറ്റ്. നമ്മൾ 40 വാങ്ങി ജയിച്ചിട്ടും കാര്യമില്ല. നമുക്ക് എന്ത് കിട്ടണം? അഗ്രഗേറ്റ് കിട്ടണം അല്ലേ? അതായത് 4 സബ്ജക്റ്റിൽ നിന്ന് 40 വാങ്ങിയാൽ നിങ്ങൾക്ക് 160 കിട്ടുള്ളൂ. അപ്പോൾ വേറൊരു 40 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഓരോ സബ്ജക്റ്റിൽ നിന്ന് കൂടുതൽ വാങ്ങണം 40-നേക്കാളും. അപ്പോൾ 6ാമത്തെ ചാപ്റ്റർ തൊട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകണം എന്തായിരിക്കും? അഗ്രഗേറ്റിനുള്ള മാർക്കാണ്. അപ്പോൾ 6ാമത്തെ ചാപ്റ്ററും ഈ പറഞ്ഞ പോലെ എളുപ്പമാണ്. നാഷണൽ ഇൻകമാണ്. നാഷണൽ ഇൻകം ഉണ്ട്, കെനീഷ്യൻ നാഷണൽ ഇൻകം ഉണ്ട്. നാഷണൽ ഇൻകം ആൻഡ് കെയ്ൻസ്. കെനീഷ്യൻ നാഷണൽ ഇൻകം. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോണ ക്വസ്റ്റ്യൻസ് 10 നമ്പർ കിട്ടും. സിമ്പിൾ എന്ന് പറഞ്ഞാൽ അയ്യോ ഇത്രോ സിമ്പിൾ അല്ലേ? നിങ്ങൾക്കറിയാം, കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. ഇത് നാഷണൽ ഇൻകത്തിൽ GDP, GNP, NDP, NNP അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പിന്നെ കെനീഷ്യൻ നാഷണൽ ഇൻകം ആണെങ്കിൽ ഭയങ്കര എളുപ്പം. ഒറ്റൊരു ഇക്വേഷനിലല്ലേ കാര്യങ്ങളൊക്കെ പോണേ. C+I. ഇത് പഠിച്ചാൽ മതി. C+I. ഈ C+I എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മക്കൾക്ക് 10 കിട്ടും. ആ 10ൽ നമ്മൾ എങ്ങനെ പോയാലും ഒരു 7 തൂക്കും. 7 മാർക്ക് നമ്മൾ തൂക്കും. കിട്ടണം, കിട്ടിയേ പറ്റൂ. 7 to 8 ഞാൻ ഏറ്റവും കുറവ് വെച്ച് പറഞ്ഞ കേട്ടോ. 7 മാർക്ക് തൂക്കും. ദെൻ ചാപ്റ്റർ 7ലേക്ക് പോയാൽ നിങ്ങൾക്ക് അവിടെ യൂണിറ്റ് കൂടുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ 2 യൂണിറ്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എത്ര കിട്ടി? ഇവിടെ 10 മാർക്ക് കിട്ടി. പക്ഷെ ചാപ്റ്റർ 7ൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? മക്കൾ എത്ര പഠിക്കണം എന്നറിയോ? 4 യൂണിറ്റ് പഠിക്കണം. 4 യൂണിറ്റ് പഠിച്ചാലേ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ നാഷണൽ ഇൻകം പഠിച്ചു വെക്കണം കേട്ടോ. ഫിസ്ക്കൽ ഫങ്ഷൻ, 2 മാർക്കറ്റ് ഫെയിലിയർ,
3 ബഡ്ജറ്റ്, 4 ഫിസ്ക്കൽ പോളിസി. അപ്പോൾ നിങ്ങൾ സ്ട്രാറ്റജി സെറ്റ് ചെയ്യും മക്കളെ. നിങ്ങൾ 6ാമത്തെ ചാപ്റ്ററിൽ 2 യൂണിറ്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും. അതിൽ 7 നമ്മൾ തൂക്കും. 4ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് 4 എണ്ണം പഠിച്ചാൽ ആടാ 10 മാർക്ക് കിട്ടുള്ളൂ. കത്തിയോ? ചാപ്റ്ററിൻ്റെ എണ്ണം കൂടി, പക്ഷെ നമ്പറിന് വ്യത്യാസമല്ല, കിട്ടുന്ന മാർക്ക് വളരെ കുറവല്ലേ നോക്കിയേ. അപ്പോൾ എന്തിനാ കൂടുതൽ ഈ നാഷണലിംഗം പഠിക്കാതെ? അപ്പോൾ എന്തിനാ വെറുതെ പോയിട്ട് ആദ്യം പോയിട്ട് ഈ 4 എണ്ണം പഠിച്ചു വെക്കണേ? ആദ്യം നാഷണലിംഗം പഠിക്കുക, എന്നിട്ട് അവിടുന്ന് 10 മാർക്ക് തൂക്കുക. ഓക്കെ, ഇതിൽ 1ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഫിസ്ക്കൽ ഫംഗ്ഷൻ വളരെ എളുപ്പമാണ്. കുറേ ഫാക്റ്റുകൾ അവിടെ വരുന്നത്, അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഏതൊക്കെ? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അങ്ങനെ കേട്ടിട്ടില്ലേ മക്കൾ? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ്, പിന്നെ ഫിസ്ക്കൽ ഫെഡറലിസം, അലോക്കേഷൻ, റീഡിസ്ട്രിബ്യൂഷൻ, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സിമ്പിളാണ്. ദെൻ മാർക്കറ്റ് ഫെയിലിയർ നല്ല രസമാണ്. മാർക്കറ്റ് ഫെയിലിയർ അത് അതിൻ്റേതായ രീതിയിലും ജനറലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ് അല്ലേ. കാരണങ്ങളൊക്കെയാണ് പഠിക്കണേ. ഏതൊക്കെയാ? മാർക്കറ്റ് പവർ, എക്സ്റ്റേണാലിറ്റി, പബ്ലിക് ഗുഡ്, ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ, ഇങ്ങനത്തെ കുറച്ച് കാരണങ്ങളാണ് മാർക്കറ്റ് ഫെയിലിയറിനുള്ള. അത് പഠിച്ചാൽ മതി. ദെൻ ബഡ്ജറ്റ് നമുക്കറിയാമല്ലോ, നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റ്. മക്കൾക്ക് യൂണിയൻ ബഡ്ജറ്റാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു യൂണിറ്റുകളാണ്. ദെൻ ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പോളിസീസ്, ഗവൺമെൻറ് എടുക്കുന്ന പോളിസീസാണ് മക്കൾക്ക് പഠിക്കാനുള്ളത്. ഗവൺമെൻറ് പോളിസീനെയാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇതിൽ നിന്ന് എല്ലാം കൂടെ ചേർത്ത് 10 മാർക്കല്ലേ വരിക. നമുക്ക് എത്ര തൂക്കാം? നമ്മൾ മിനിമം പറഞ്ഞാൽ മതി. എത്ര? നമുക്കൊരു 7 തൂക്കണം. അവിടെ നിന്ന് ഒരു 7 കിട്ടി. ദെൻ ചാപ്റ്റർ 8. ചാപ്റ്റർ 8 സാധാരണ CA പഠിക്കണ മക്കൾക്ക് ഒന്നും ഇഷ്ടമല്ലാത്തൊരു ചാപ്റ്റർ അല്ലേ. വലിയ താല്പര്യം കാണിക്കാറില്ല ചാപ്റ്റർ പഠിക്കാൻ. ഏതൊക്കെയാ? ഡിമാൻഡ് ഫോർ മണി. പക്ഷെ ആ താല്പര്യം കാണിക്കാറില്ലാത്ത മക്കൾ അറിയുന്നില്ല ഏറ്റവും എളുപ്പം ഇതാന്ന്. പഠിക്കാൻ രസമാണ് മനസ്സിലാക്കി പഠിച്ച. പിന്നെ മോണിറ്ററി പോളിസി. പഠിക്കേണ്ട പോലെ പഠിച്ചാൽ മതി മക്കൾ. അതിപ്പോൾ എന്ത് സാധനമായാലും അങ്ങനെയല്ലേ. നമ്മൾ പഠിക്കേണ്ട പോലെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് എളുപ്പമാണ്. നമ്മൾ ഈ സാധനങ്ങൾ ഇങ്ങനെ ഓവറായിട്ട് മനസ്സിലാവാത്ത രീതിയിൽ അങ്ങനെയൊക്കെ കാണിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത്. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും വളരെ ഈസിയാണ്. ഓക്കെ, ഇതിൽ നിന്ന് മക്കൾക്ക് 10 മാർക്ക് കിട്ടും. 10. അപ്പോൾ ഇവിടെ ഈ 3 യൂണിറ്റ് പഠിച്ചാൽ തന്നെ 10 കിട്ടും. ചാപ്റ്റർ 7 പോലെയല്ല, ചാപ്റ്റർ 7ൽ 4 ഇത് പഠിച്ചാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇവിടെ 3 എണ്ണം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും. അതിൽ തന്നെ മണി സപ്ലൈ വളരെ എളുപ്പമാണ്, ഈസിയാണ്. ഇതും ഈസിയാണ്. പക്ഷെ അതിൽ CRR, SLR, ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നല്ല രസമാണ് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എത്ര തൂക്കാം? ഇതിൽ നിന്ന് നമുക്കൊരു 6 മതി അല്ലേ. 6 തൂക്കം. ഈ പൈസയുടെ ചാപ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഒരു 6 മതി. നിങ്ങൾ അത്രയും നമുക്ക് അറിയാവുന്ന കാര്യമല്ല, നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കും. നമുക്കൊരു 6 തൂക്കി. 8ാമത്തെ ചാപ്റ്ററിൽ നിന്ന്. ദെൻ 9ാമത്തെ ചാപ്റ്റർ. 9ാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രേഡാണ്. രണ്ടാമത്തെ താരിഫാണ്. 3ാമത്തെ ട്രേഡ് നെഗോസിയേഷൻ, അതായത് WTO ആണ്. 4 എക്സ്ചേഞ്ച് റേറ്റ് ആണ്. 5 ക്യാപിറ്റൽ മൂവ്മെൻ്റ് ആണ്, ഇൻ്റർനാഷണൽ.
ക്യാപിറ്റൽ മൂവ്മെന്റ് ആണ്. ഇതിൽ നിന്ന് മക്കളെ എന്തൊക്കെ കാണിച്ചാലും നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടുള്ളൂ. കത്തിയോ? 5 യൂണിറ്റ് പഠിക്കണം. 5 യൂണിറ്റ് പഠിച്ചാലേ 10 മാർക്ക് കിട്ടുള്ളൂ. മുകളിൽ 4 യൂണിറ്റ് പഠിച്ചാലേ 7ാമത്തേന്ന് 10 മാർക്ക് കിട്ടുള്ളൂ. പക്ഷെ 6ാമത്തേൽ 2 യൂണിറ്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? 10 മാർക്ക് അങ്ങ് കിട്ടുക. അപ്പോൾ അത് പഠിച്ചു വെച്ചോളുക. അതേപോലെ 8ാമത്തേൽ 3 യൂണിറ്റ് പഠിച്ചാൽ 10 മാർക്ക് കിട്ടും അല്ലേ? ഇതെല്ലാം സിമ്പിളാ മോനെ. ഇതിൽ 10 മാർക്കിന് നമുക്ക് ഇതിൽ നിന്ന് 7 തൂക്കാൻ പറ്റണം. 7 തൂക്കണം നമുക്ക്. ഓക്കെ, തൂക്കണം. ഇവിടെ എന്നാ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? മെർക്കൻറ്റലിസം, absolute advantage, comparative advantage theory, HO theorem, new trade. താരിഫിൽ മക്കൾക്ക് പഠിക്കാനുള്ള ടൈപ്സ് ആണ്. താരിഫിൻ്റെ ടൈപ്സ് പഠിക്കണം. ദെൻ താരിഫ് ആൻഡ് ക്വാട്ട, നോൺ താരിഫ്. ക്വാട്ട എന്നാണ് വിളിക്കുന്നത്. നോൺ താരിഫിന് ക്വാട്ട, ക്വാണ്ടിറ്റി റെസ്ട്രിക്ഷൻ. താരിഫ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഇമ്പോസ് ചെയ്യണ പരിപാടി. ദെൻ WTOയിൽ പക്ക നിങ്ങൾ പഠിക്കാൻ പോകുന്ന WTOയുടെ കുറച്ച് പ്രൊവിഷൻസ്, എഗ്രിമെൻ്റ് ഒക്കെ ആട്ടോ. എഗ്രിമെൻറ്റ്സ് ആൻഡ് പ്രൊവിഷൻസ് ആണ് ഇവിടെ പഠിക്കേണ്ടത്. എക്സ്ചേഞ്ച് റേറ്റ് നല്ല രസമല്ലേ? $1 ഈക്വൽ ടു 60 INR, ഇങ്ങനെ ഇതല്ല എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ചുമ്മാ ഒരു എക്സാമ്പിൾ എഴുതിയതാ. അപ്പോൾ ഇതാണ് ഫുൾ അവിടെ പഠിക്കേണ്ടത്. ദെൻ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ 2 സാധനമാണ് ഇവിടെയും പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ 9 കിട്ടും. ചാപ്റ്റർ 9 ഭയങ്കര സിമ്പിളാണ്. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ 10. ചാപ്റ്റർ 10 എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെയും മുഖം അങ്ങ് ചുളുങ്ങും. കാരണം ചാപ്റ്റർ 10 ഇന്ത്യൻ എക്കണോമിയാണ്. +2 കാർക്കും ഇഷ്ടമല്ല അല്ലേ? പക്ഷേ ഉണ്ടല്ലോ മോനെ, ഇത് നമ്മൾ പഠിക്കാൻ പോണ ട്രിക്ക് വെച്ചോണ്ടാ. അപ്പം ഇതിൽ നിന്നും 10 നമ്പർ കിട്ടും മക്കൾക്ക്. 10. അപ്പോൾ മുകളിലത്തെ 10 നമ്പറിൽ നിന്ന് 8 കിട്ടണം. എങ്ങനെ പോലെ 8 എടുത്തോണം. ഇവിടെ നിന്ന് എഴുതിയിട്ടില്ല, എഴുതാം. ഈ ഇന്ത്യൻ എക്കണോമിയിൽ നിന്ന് 10 കിട്ടും. 10 നിന്നും ഇവിടെ നിന്ന് എത്ര കിട്ടണം? 8. ഇവിടെ നിന്ന് 8 കിട്ടിയിരിക്കണം. 8. അപ്പോൾ ഇന്ത്യൻ എക്കണോമി എടുത്തി. ഈ ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങൾക്ക് അത്ര സുഖിക്കൂല. അത് സുഖിക്കണേൻ്റെ അല്ല, അതെന്തോ പാടാന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ആക്കി വെച്ചേക്കുമോ ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമിയിൽ മക്കൾക്ക് എന്നാ പഠിക്കാനുള്ളത്? പ്രൈമറി സെക്ടർ, കുറേ സ്കീമുകൾ പഠിക്കണം. എന്ത് എളുപ്പമാണെന്നറിയോ? സൂപ്പറാണ് പ്രൈമറി സെക്ടർ പഠിക്കാൻ. 2 സെക്കൻഡറി സെക്ടർ, അത് അതിലും എളുപ്പമാണ് സെക്കൻഡറി സെക്ടർ പഠിക്കാൻ. 3ാമത്തെ ടേഴ്സറി, ഭയങ്കര എളുപ്പമാണ് മക്കളെ. അതാ ഞാൻ പറഞ്ഞു, പഠിക്കേണ്ടത് പോലെ പഠിക്കണം. നീ ചുമ്മാ നമുക്ക് അയ്യോ ഇത് ഭയങ്കര പാടാ ഇന്ത്യൻ എക്കണോമിയിൽ, അങ്ങനെയല്ല. പഠിക്കേണ്ടത് പോലെ പഠിച്ച് എന്നെ കിട്ടില്ല എന്നറിയാം. ചുമ്മാ കണക്ട് ചെയ്ത് എക്സാമ്പിളൊക്കെ വെച്ച് പഠിക്കണം, കഥ പോലെ പഠിക്കണം. പിന്നെ പ്രീ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, then era of reforms. ഇത്രയും കാര്യങ്ങളാണ് മക്കൾക്ക് പഠിക്കാനുള്ളത്. ഇത് 2ാമത്തെ ഭാഗം. പിന്നെ ഇതിൽ പഠിക്കാനുള്ളത്, ആ ഭാഗമൊക്കെ ടെക്സ്റ്റ് കാണുമ്പോൾ നിങ്ങൾ പേടിക്കും, ഇനി ഞാൻ പറയാൻ പോണ കാര്യം. പക്ഷെ അത് എന്ത് എളുപ്പമാണെന്നറിയോ? ഇന്ത്യൻ എക്കണോമിയാണ് ഏറ്റവും എളുപ്പം. ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. ഇന്ത്യൻ എക്കണോമി ഭയങ്കര എളുപ്പം കേട്ടോ. ഏതൊക്കെ? മോണിറ്ററി റിഫോംസ്, ഇതാണ് ഭയങ്കര എളുപ്പം. ഒരു ട്രിക്ക് ഉണ്ട്. ഫിസ്ക്കൽ റിഫോംസ്, ക്യാപിറ്റൽ റിഫോംസ്, ട്രേഡ് റിഫോംസ്, ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി. അത്രയും കിട്ടി. പിന്നെ വേറൊരു നിങ്ങൾക്ക് പഠിക്കാനുള്ള നീതി ആയോഗ.
നീതി ആയോഗിനെ കുറിച്ച് പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് മക്കൾക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത്രയും പഠിച്ചാൽ തന്നെ മക്കൾക്ക് എത്ര കിട്ടി? നമുക്കൊരു 8 മാർക്ക് കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയേ, ചാപ്റ്റർ 6 നോക്കിയേ. ചാപ്റ്റർ 6ൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പോയാലും നല്ല മാർക്ക് കിട്ടും മക്കളെ. ഇന്ത്യൻ എക്കണോമി അല്ലേ, നാഷണൽ ഇൻകം അല്ലേ, നാഷണൽ ഇൻകത്തിൽ നിന്ന് മാർക്ക് കിട്ടിയില്ലേ പിന്നെ ഏതിൽ നിന്ന് കിട്ടാനാ? പിന്നെ ചാപ്റ്റർ എന്തിലേക്ക് പോവാ? നേരെ ചാപ്റ്റർ 8 പഠിച്ചു വയ്ക്കുക. കാരണം ഈ 3 യൂണിറ്റ് അല്ലേ ഉള്ളൂ. 3 യൂണിറ്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അങ്ങനെ ഇവിടെ 7, 7, 6, 6, 8, 43 അല്ലേ, 43 മാർക്കോളം നിങ്ങൾക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ തൊട്ട് മുന്നേ എത്രയായിരുന്നു? 34, 43 ദേ കിടക്കുന്നു. 34-ഉം 40. എങ്ങനെ വന്നൂടാവേ കറക്റ്റായിട്ട്? ഇത്രയും സ്കിപ്പ് ചെയ്തിട്ട് ചിന്തിക്കുക. അത് മാർക്ക് ഒന്നും എടുത്തിട്ടില്ല, നേരെ ചൊവ്വേ കിട്ടുന്ന മാർക്കൊന്നും ഞാൻ എടുത്തിട്ട് പോലുമില്ല. ഇത്രയും സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു 77ലേക്ക് ചുമ്മാ എത്താൻ പറ്റിയെങ്കിൽ, അത്യാവശ്യം സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ കയ്യിൽ നിന്ന് പോവാതെ നമ്മൾ നന്നായിട്ടൊന്ന് പഠിച്ചാൽ നിങ്ങൾ ഏത് റേഞ്ചിലേക്ക് പോവും മക്കളെ? ഏത് റേഞ്ചിലേക്ക് പോവും? അതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കണം അല്ലേ? ഏതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പല രീതിയിലും പഠിക്കാം. ഒരു കോൺസെപ്റ്റിനെ നോർമലായിട്ട് പഠിക്കാം, അവർ തന്നിരിക്കുന്ന പോലെ പഠിക്കാം. ഒരു കോൺസെപ്റ്റിനെ വളരെ എളുപ്പമായിട്ട് പഠിക്കാം, ഭയങ്കര എളുപ്പമായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് പഠിക്കാം. ഒരു കോൺസെപ്റ്റിനെ പാടാക്കാം, ഒരു കോൺസെപ്റ്റിനെ തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്ന രീതിയിലേക്ക് ഏറ്റവും മോശമായിട്ട് നിങ്ങൾക്ക് ആക്കാൻ പറ്റും. അതൊക്കെ നമ്മളെ ഡിപ്പെൻസ്, നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ട്രിക്കുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും പറയാറില്ല, ട്രിക്ക് എടുക്കണം. പഠിക്കുമ്പോൾ പല ട്രിക്കുകൾ അപ്ലൈ ചെയ്ത് പഠിക്കുക, അല്ലാതെ ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ല. ചുമ്മാ പഠിക്കാൻ ആർക്കും പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരും. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുക: ഡിമാൻഡ് ഇൻക്രീസസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ ഡിക്രീസസ്. ഇതായിരിക്കും ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, നിങ്ങളോട് പി ആൻഡ് ക്യൂ ഡിറ്റർമൈൻ ചെയ്യാനാ പറയുക. പി ആൻഡ് ക്യൂ. അപ്പോൾ ഇതിൽ വാ തുറന്നെടുക്കണം ആരുടെ നേരെയാന്ന് നോക്കി? ഡിമാൻഡിൻ്റെ നേരെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആരുടെ നേരെയാണോ വാ തുറന്ന് കിടക്കുന്നത് അതാണ് കൂടുതൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ് ആദ്യം മനസ്സിലാക്കണം. അതല്ലേ ആദ്യം മനസ്സിലാക്കണ്ടേ? ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താ? ഡിമാൻഡ് കൂടുന്നതിനേക്കാളും, മീൻസ് ഡിമാൻഡ് കൂടി സപ്ലൈ കുറഞ്ഞു ക്വസ്റ്റ്യനിൽ. എന്നിട്ട് പറയുകയാണ്, ആ സപ്ലൈ കുറഞ്ഞതിനേക്കാളും കൂടുതലായിട്ടാണ് ഡിമാൻഡ് കൂടിയത്. അതാണ് അതിൻ്റെ മീനിങ് അല്ലേ? നമുക്കറിയാം, ഒരു ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഉണ്ടല്ലേ. ഇത് സപ്ലൈ കർവാണ്, ഇത് ഡിമാൻഡ് കർവാണ്. അപ്പോൾ ഇവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. ഈ ഇക്വിലിബ്രിയത്തിൽ നമുക്കൊരു പ്രൈസും ക്വാണ്ടിറ്റിയും കിട്ടിയിട്ടുമുണ്ട്. ഇത്രയും കിട്ടി. ദെൻ ഇവിടെ ഔട്ട്പുട്ടാണ്, ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്, ഇവിടെ പ്രൈസ് ആണ്. ഇതൊക്കെ നമുക്കറിയാം. ദെൻ നമ്മളോട് ക്വസ്റ്റ്യൻ വരുവാണ്, ഡിമാൻഡ് കൂടി. അപ്പോൾ നമുക്ക് ഡിമാൻഡ് കൂട്ടണം. ഡിമാൻഡ് കൂടി എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ പോകണ്ടേ? കൂടുന്നതൊക്കെ റൈറ്റിലേക്ക്. എന്ത് കൂടി എന്ന് പറഞ്ഞാലും അത് നമ്മുടെ വലതുവശത്തേക്ക് പോകണം എന്ന് ഓർക്കണം മക്കൾ. കൂടുന്നതൊക്കെ നമ്മുടെ വലത്തോട്ടായിരിക്കും. അപ്പോൾ അതെ, ഡിമാൻഡ് കൂടി, വലത്തോട്ട് വരച്ചു D1. എന്നിട്ട് ആ ഡിസ്റ്റൻസ് നോക്കി വെച്ചേ. ഇതാണ് ഡിസ്റ്റൻസ്. ഇതാണ് ഡിമാൻഡ് കൂടിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിനേക്കാളും സപ്ലൈ എന്ത് ചെയ്യണം മോനെ? കുറയണം. സപ്ലൈ കുറയുവാണ്, പക്ഷെ ഡിമാൻഡിനേക്കാളും, ഡിമാൻഡ് നേരെയല്ലേ വാ തുറന്നിരിക്കണേ. അപ്പോൾ ഡിമാൻഡ് കൂടിയതിനേക്കാളും കുറഞ്ഞ അളവിലേ സപ്ലൈ കുറയാൻ പാടുള്ളൂ. കാരണം സപ്ലൈയുടെ നേരെ വാ അടഞ്ഞായിരിക്കണേ. അപ്പോൾ സപ്ലൈ കുറയുന്നത് കുറഞ്ഞ അളവിലായിരിക്കണം. അപ്പോൾ കുറയുന്നതൊക്കെ ലെഫ്റ്റ് അല്ലേ? അപ്പോൾ ആ ഡിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കണം സപ്ലൈയുടെ ഡിസ്റ്റൻസ്. അങ്ങനെയാണ് നമ്മളത് കാണിക്കുന്നത്. കണ്ടോ? ആ ഡിസ്റ്റൻസിലാണ് നമ്മളത് കാണിക്കുന്നത്. അവർ വാ തുറന്നിരിക്കുന്ന ആളുടെ ഡിസ്റ്റൻസ് കൂടിയിരിക്കും, വാ അടഞ്ഞിരിക്കുന്ന ആളുടെ ഡിസ്റ്റൻസ് കുറഞ്ഞിരിക്കും. കാരണം ആ ഡിസ്റ്റൻസിലാണ് നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ. ഇതുണ്ടോ? അപ്പോൾ കണ്ടോ, ആ ഡിമാൻഡിൻ്റെ ഡിസ്റ്റൻസിനേക്കാളും കുറവാണ് സപ്ലൈ ഡിസ്റ്റൻസ്. എന്നിട്ട് ആ രണ്ട് പുതിയ കർവുകൾ കൂട്ടിമുട്ടിയ പോയിന്റ് എടുക്കണം. അതിതല്ലേ E1. ഇതാണ് ഇക്വിലിബ്രിയം. ദെൻ ഇക്വിലിബ്രിയത്തിൽ നിന്ന് നേരെ താഴത്തേട്ട് വരച്ച് നമുക്കൊക്കെ Q1 കിട്ടി. ക്വാണ്ടിറ്റി ഇങ്ങോട്ടല്ലേ പോയേ?
ക്വാണ്ടിറ്റി കൂടി. ദെൻ സൈഡിലേക്ക് വരച്ച് P1 പ്രൈസ് എന്നാ ഇത്, പ്രൈസ് കൂടി, പ്രൈസും കൂടി. കത്തിയൊക്കെ യെസ്, ഇതാണ് സംഭവം. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇതിന് വേറൊരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് നിങ്ങൾ ക്ലാസ്സിലേക്ക് വായോ, പറഞ്ഞുതരാം. ക്ലാസ്സിൽ വരുമ്പോൾ ഒരു ട്രിക്ക് പറഞ്ഞുതരാം അല്ലേ. ഓക്കെ, ഒരു ട്രിക്ക് ഉണ്ട്, സിമ്പിൾ ട്രിക്ക് ഉണ്ട് ഇത് പഠിക്കാനുള്ള. അപ്പോൾ ഇതും സിമ്പിളാണ്, വേറെ ഇതിലും സിമ്പിൾ ഒരു ട്രിക്ക് ഉണ്ട്. ശരി, അപ്പോൾ വേറൊരു സംഭവം കാണിച്ചു തരാം. ദാ ഡിമാൻഡ് ഇൻക്രീസസ് ഈക്വൽ ടു സപ്ലൈ. സെയിം ക്വസ്റ്റ്യൻ ആയിപ്പോയില്ലേ, നമുക്ക് തിരിക്കാം. ഡിമാൻഡ് ഡിക്രീസസ് ഈക്വൽ ടു സപ്ലൈ ഇൻക്രീസ്. മക്കൾക്ക് ഇനി ഒരേ ഡയറക്ഷനിലും എഴുതാം കേട്ടോ. ഡിമാൻഡ് കുറഞ്ഞു, സപ്ലൈയും കുറഞ്ഞു, ഡിമാൻഡ് കൂടി, സപ്ലൈ കുറഞ്ഞു, അങ്ങനെ ഒരേ ഡയറക്ഷനിലും പോവാം. ഞാൻ ജസ്റ്റ് ചുമ്മാ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരച്ചു എന്നുള്ളൂ, വലിയ കാര്യമൊന്നുമില്ല അതിൽ. ഇവിടെ ക്വാണ്ടിറ്റി, ഒറിജിൻ, പ്രൈസ്, ഡിമാൻഡ് കറും സപ്ലൈ കറും. ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യേണ്ട ഇക്വിലിബ്രിയത്തിൽ നിന്നല്ലേ മക്കളെ, ഇക്വിലിബ്രിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡിമാൻഡ് ഇക്വിലിബ്രിയം PAQ ഇത് വരച്ച് വയ്ക്കുക. ഇതാണ് നിങ്ങളുടെ ഇനീഷ്യൽ ഡയഗ്രാം. ഇവിടെ നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി Pനും Qവിനും എന്ത് സംഭവിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, Pയും Qക്ക് എന്ത് സംഭവിക്കും നോക്കാം. ക്വസ്റ്റ്യൻ നോക്ക്. ഡിമാൻഡ് കുറഞ്ഞില്ലേ, അപ്പോൾ ഡിമാൻഡിനെ കുറയ്ക്കാൻ പോവാ കേട്ടോ. നമ്മൾ ഡിമാൻഡ് ലെഫ്റ്റിലേക്ക് പോയി, ദേ വരച്ച് ചെരിഞ്ഞു പോയണ്ടോ. അപ്പോൾ നമ്മൾ നേരെ വരയ്ക്കണം. അതുണ്ട്, അത് കറക്റ്റാണ്. ഡിമാൻഡ് കുറഞ്ഞു. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഒന്ന് എടുത്താലോ മക്കളെ. ഡിസ്റ്റൻസ് ഇതല്ലേ, ഇതാണ് ഡിമാൻഡിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ ഡിമാൻഡ് കുറഞ്ഞത് ഈ അളവിലാണ്. ഏതളവിൽ? ഇത് ഈ അളവിൽ. ഇത്രയും ഡിമാൻഡ് കുറഞ്ഞു. ഇനി സപ്ലൈ എന്താ ചെയ്യണ്ടേ? കൂടണം. അപ്പോൾ സപ്ലൈ വലത്തോട്ടാണ് പോകണ്ടേ. കൂടുന്നൊക്കെ വലത്തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലത്തോട്ട്. അപ്പോൾ സപ്ലൈ നമ്മുടെ വലത്തോട്ട് പോകണം. അപ്പോൾ വലത്തോട്ട് സപ്ലൈ പോകുമ്പോൾ മക്കൾ ഓർക്കണം, ഈക്വലായിട്ടാണ് പോകേണ്ടത്. ഡിമാൻഡ് പോയതിന് പക്കാ ഈക്വലായിട്ട് എന്ത് ചെയ്യണം? സപ്ലൈ കൂടണം. നോക്കട്ടെ, ഏകദേശം ഈ ഡിസ്റ്റൻസ് അല്ലേ നോക്കി സപ്ലൈ കൂടിയത്. കറക്റ്റ് അല്ലേ? മോശമൊന്നുമില്ല. നോക്കി സപ്ലൈ കൂടി ഡിസ്റ്റൻസ് കറക്റ്റ് അല്ലേ? നോക്കിയേ, കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ ഇതുണ്ടോ ഈ ഡിസ്റ്റൻസ്, ആ മഞ്ഞയുടെയും ഈ നീലയുടെയും ഡിസ്റ്റൻസ് ഏകദേശം, അളവ് വെച്ചല്ലല്ലോ നമ്മൾ വരച്ചേ, ഏകദേശം കറക്റ്റാ അല്ലേ? ഏകദേശം ഒരേപോലെ. ദെൻ പുതിയ രണ്ട് കർവുകൾ കൂട്ടിമുട്ടിയ പോയിന്റ് എടുത്തേ. അതാണല്ലോ നമ്മുടെ ഇക്വിലിബ്രിയം. പുതിയ രണ്ട് കർവുകൾ കൂട്ടിമുട്ടി. ഇത് എവിടെയാണ് മക്കളെ? S1ഉം T1ഉം. ഇത് ഇവിടെയല്ലേ, ഇവിടെയല്ലേ? അതല്ലേ E1 കിട്ടി. നേരെ സൈഡിലേക്ക് വരച്ചേ, P1 കിട്ടി. നേരെ താഴത്തേട്ട് വരച്ചേ, വ്യത്യാസമില്ല, ക്വാണ്ടിറ്റിക്ക് വ്യത്യാസമില്ല. അപ്പോൾ പ്രൈസ് കുറഞ്ഞു, ഡിമാൻഡ് കുറഞ്ഞു, അല്ലെങ്കിൽ സപ്ലൈ കൂടി, ഈക്വൽ ടു എന്നാൽ പ്രൈസ് കുറഞ്ഞു. ഈക്വൽ ടു അല്ലേ, ക്വാണ്ടിറ്റിക്ക് വ്യത്യാസമില്ലല്ലോ. അതിൻ്റെ അർത്ഥം കോൺസ്റ്റൻറ്റ്, ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുവാണ്. അപ്പം ഇതാണ് നമ്മൾ അവിടെ നിന്ന് എടുത്ത കൺക്ലൂഷൻ. കത്തി. അപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പാർട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഭയങ്കര സിമ്പിളായത്, ഭയങ്കര സിമ്പിളാ കേട്ടോ. അപ്പം ഇതാണ് സംഭവം. അപ്പോൾ ഇതിനേക്കാളും സിമ്പിൾ ഉണ്ട്, ഭയങ്കര സിമ്പിളായിട്ട്. ഇതിനേക്കാളും Pയും Qവും ഡയഗ്രാം വരയ്ക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാനും ആൻസർ എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പാസ്സായിട്ട്, പ്ലസ് 2 ഒക്കെ പാസ്സായിട്ട് ഇങ്ങനെ ക്ലാസ്സിലേക്ക് വാ, നമുക്ക് ഇതൊക്കെ പഠിക്കണ്ടേ. യെസ്. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇൻ്റർനാഷണൽ ട്രേഡ് പോലത്തെ ഒരു ചാപ്റ്റർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ആ ഇൻ്റർനാഷണൽ ട്രേഡിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ മെയിനായിട്ട് വരുന്നത് നാഷണൽ, ഇൻ്റർനാഷണലാ. ഫുള്ള് മിനിമം ഒരു 2 രാജ്യങ്ങളെയൊക്കെ വെച്ചുകൊണ്ടാണ് മക്കൾ അവിടെ പഠിക്കുന്നത്. ഓക്കെ. പിന്നെ ഇന്ത്യൻ എക്കണോമി ഒക്കെ ഭയങ്കര സിമ്പിളാണ് മക്കളെ. നമുക്ക് കുറേ ഇന്ത്യൻ എക്കണോമിയിൽ പാട് വന്നാൽ കാരണം കുറേ സ്കീമുകൾ അവിടെ വരുന്നുണ്ട്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേർഷ്യറി സെക്ടർ ഒക്കെ ഒരുപാട് സ്കീമുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആ സ്കീമൊക്കെ നോക്കുമ്പോൾ അയ്യോ ഇത് ഭയങ്കര പാടാലോ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ വലിയ പ്രശ്നമൊന്നുമില്ല, അത് ഭയങ്കര എളുപ്പമാണ് പഠിച്ചെടുക്കാൻ കേട്ടോ.
അപ്പോൾ ഏകദേശം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് സെറ്റ് ആവാൻ പറ്റും. അപ്പോൾ എക്കണോമിക്സ് വലിയ ബാലികേറാമല ഒന്നും അല്ല. മീൻസ് ആർക്ക് വേണമെങ്കിലും അത് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. ദെൻ പഠിക്കേണ്ടതുപോലെ പഠിച്ചാൽ കുറച്ചും കൂടെ ഈസി ആവും, നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ മാർക്കിൻ്റെ സ്കോർ നിങ്ങൾക്ക് അറിഞ്ഞ് പഠിക്കേണ്ട കാര്യങ്ങൾ ഏകദേശം കിട്ടി. അപ്പോൾ വലിയ തരക്കേടില്ല മീൻസ് കംപ്ലീറ്റ് ചെയ്യാനും മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. അപ്പോൾ എക്കണോമിക്സിലെ ഏറ്റവും 2 സിമ്പിളായിട്ടുള്ള ഒരു യൂണിറ്റ് ആയത്, ഇതൊരു യൂണിറ്റ് തീർന്നു, ഇത്ര ഉള്ളൂ ഒരു യൂണിറ്റ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് ഇങ്ങനെ പഠിക്കാൻ പറ്റും. ബാക്കി യൂണിറ്റുകൾ ഇതിനേക്കാളും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾ പാസ്സായിട്ട് ക്ലാസ്സിലേക്ക് വായോ. ക്ലാസ്സിലേക്ക് വന്ന് നമുക്കിതൊക്കെ സെറ്റാക്കണം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഫൗണ്ടേഷൻ പാസ്സാവണം. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എക്കണോമിക്സ് പാടല്ല ഇതുവരെ പഠിച്ചതും നിങ്ങൾ മനസ്സിലാക്കി വെച്ചതിൻ്റെ ബേസിസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പാടാണെങ്കിലേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും എക്കണോമിക്സ് പാടല്ല, അങ്ങനെ എക്കണോമിക്സ് പാടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എക്കണോമിക്സ് പഠിക്കാനും CA പഠിക്കാനും ക്വാളിഫൈ ചെയ്യാനും ഒക്കെ വളരെ ആഗ്രഹമുള്ള മക്കളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. ബാച്ചസ് ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വരിക, കാണുക, പാസ്സാവുക. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി പോകാൻ പറ്റും കേട്ടോ. ഓക്കെ.